കാമം, ലസ്റ്റ് ഇന്നത്തെ ജനറേഷനിൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഡിസ്ട്രാക്ഷൻ. നിങ്ങൾക്ക് ഈ ഒരു എമോഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ എമോഷൻ ആയിരിക്കും നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. പക്ഷെ ഇതിനെ വിജയിക്കുക എന്നുള്ളത് പോസിബിൾ ആണ്. പേഴ്സണലി ഞാനും ഒരു സമയത്ത് ഈ ലസ്റ്റ് എന്നുള്ള എമോഷന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ലൈഫിൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവുന്നതായിട്ടും എൻ്റെ റിലേഷൻഷിപ്പും സെൽഫ് എസ്റ്റീമും തന്നെ ഡാമേജ് ആവുന്നതായി ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ എങ്ങനെ ലസ്റ്റ് കൺട്രോൾ ചെയ്യാമെന്നും ലേസർ ഫോക്കസ്ഡ് ആയിട്ട് ലൈഫിൽ റിയലി മാറ്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്യാമെന്നുള്ളതുമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലസ്റ്റ്, കാമം കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ അറ്റൻഷനുമായിട്ടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നോ അത്രത്തോളം അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെയൊക്കെ ബ്രെയിൻ ആണെങ്കിലും പ്ലഷർ സീക്ക് ചെയ്യുന്ന രീതിയിലാണ് വയർ ചെയ്തിരിക്കുന്നത്. ഇതിന്റെയൊക്കെ റിസൾട്ട് ആയിട്ട് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ നമ്മളുടെ ഡ്രീംസിൽ നിന്ന് അകന്നു പോകുന്നുണ്ടാവും. ഓരോ പ്രാവശ്യവും നിങ്ങൾ ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്ത് ലസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സോഫ്റ്റ് ബോൺ കോണ്ടന്റ്സ് ആണെങ്കിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡ്രീംസിൽ ഫോക്കസ് ചെയ്യുന്നതിനേക്കാളും ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ നമുക്ക് നൽകാനായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ബ്രെയിനിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുവരെയുള്ള സിറ്റുവേഷൻ എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾക്കും നിങ്ങളുടെ ബ്രെയിനിനെ റീവയർ ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആണ്. എങ്ങനെയാണെന്ന് ഐ വിൽ ഷോ യു. സ്റ്റെപ്പ് 1, റെക്കഗ്നൈസ് ദ ട്രിഗേഴ്സ്. നിങ്ങളെ ഈ ഒരു ലെസ്റ്റ് അവയർനെസ്സിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് തന്നെ നിങ്ങളുടെ ലെസ്റ്റ് അവയർനെസ്സിനെ കില്ല് ചെയ്യണം എന്നുള്ളതാണ്. എന്താണ് നിങ്ങളെ ട്രിഗർ ചെയ്യുന്ന കാര്യങ്ങൾ? ലേറ്റ് നൈറ്റിൽ ഓവറായി ഇരുന്ന് സ്ക്രോൾ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും സെർട്ടൈൻ അപ്ലിക്കേഷൻസ് ആണോ, അല്ലെങ്കിൽ ഒരുപാട് നേരം തനിച്ചിരിക്കുന്നതാണോ? അതെന്താണെങ്കിലും താഴെ റൈറ്റ് ചെയ്യുക. ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്ത് റൈറ്റ് ചെയ്യുക. ഒരു കാര്യം പറയാം, ഇവിടെ നിങ്ങളോട് ഹോണസ്റ്റ് ആയിരിക്കണം. ഈ ട്രിഗേഴ്സ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിനെ എലിമിനേറ്റ് ചെയ്യാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ, സോഷ്യൽ മീഡിയ ആണ് നിങ്ങളുടെ ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്മേൽ ഒരു കൺട്രോൾ എടുക്കുക. നിങ്ങൾ അത്തരത്തിലേക്ക് നയിക്കുന്ന ആപ്പുകളെ ഡിലീറ്റ് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക. ചില ആപ്പുകൾ യൂസ് ചെയ്യാനായിട്ട് ഷെഡ്യൂളും സെറ്റ് ചെയ്യുക, പ്രത്യേകിച്ച് ഗൂഗിൾ ക്രോം ഒക്കെ. സ്റ്റെപ്പ് 2, റീപ്ലേസ്, ഡോണ്ട് റെസിസ്റ്റ്. ഒരുപാട് പേർക്ക് അറിയാത്ത ഒരു സീക്രട്ട് ആണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് ലെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. റീപ്ലേസ് ചെയ്യുക മാത്രമേ വഴിയുള്ളൂ. ഓരോ സമയത്ത് നിങ്ങൾ അർജ് ഫീൽ ചെയ്യുന്ന സമയത്ത് ആ ഒരു എനർജിയെ മറ്റൊരു കാര്യത്തിലേക്ക് ചാനലൈസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ടെംപ്റ്റേഷൻ ഉണ്ടാവുന്ന ഓരോ സമയത്തും ആ ഒരു എനർജിയെ മറ്റൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ചാനലൈസ് ചെയ്യുക. വർക്ക്ഔട്ട് ചെയ്യുക, ജേർണലിംഗ് ചെയ്യുക, മെഡിറ്റേഷൻ, അത്തരത്തിലുള്ള കാര്യങ്ങൾ. അത് ഒരു പുതിയ സ്കില്ല് പഠിക്കുന്നത് വേണമെങ്കിലോ ആവാം. Turn temptation into transformation. ഇതിന് ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ് എന്നുള്ളത് നിങ്ങളെ നല്ലോണം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. കാരണം എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എൻഡോർഫിൻസ് റിലീസ് ആവുന്നുണ്ട്. അത് നിങ്ങളുടെ മൂഡ് ഇംപ്രൂവ് ചെയ്ത് ഇത്തരത്തിലുള്ള ക്രേവിങ്സിനെ കുറയ്ക്കുന്നുണ്ടാവും. സ്റ്റെപ്പ് 3, സ്ട്രെങ്തൻ യുവർ മൈൻഡ് സെറ്റ്. ലെസ്റ്റീവ് ആയിട്ടുള്ള ബാറ്റിൽ എന്നുള്ളത് നോട്ട് ഓൺലി ഫിസിക്കൽ, ഇറ്റ് ഈസ് മെന്റൽ. അതുകൊണ്ട് തന്നെ മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളുടെ കാര്യത്തിൽ ഒന്നുകൂടി ഒരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. മറ്റൊരു ടൂളാണ് ജേർണലിംഗ്. ഓരോ പ്രാവശ്യം നിങ്ങൾ ടെംപ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്ത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്, ഞാൻ എന്താണ് ഫുൾഫിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഞാൻ എന്തെങ്കിലും സിറ്റുവേഷനിൽ സ്ട്രെസ്ഡ് ആക്കിയതാണോ എന്നെ ഇപ്പോ ഈ ഒരു കാര്യത്തിലേക്ക് നയിച്ചത്, എന്താണ് റീസൺ, അതൊന്ന് റൈറ്റ് ഡൗൺ ചെയ്യാൻ ശ്രമിക്കുക. ഈ ഒരു സെൽഫ് അവയർനെസ് തന്നെ നിങ്ങളെ ഈ ഒരു സൈക്കിൾ ബ്രേക്ക് ചെയ്യാനായി ഹെൽപ്പ് ചെയ്യും. Then step 4, build a strong vision. നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസിന്റെ കാര്യത്തിൽ ഒരു സ്ട്രോങ് വിഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ലെസ്റ്റ് ഒക്കെ പോയിക്കോളൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിനെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു വിഷൻ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്യുക. അടുത്ത 5 വർഷത്തിന് ശേഷം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, എന്തൊക്കെ ഗോൾസ് ആണ് അച്ചീവ് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്, നിങ്ങളുടെ വിഷൻ എന്നുള്ളത് എത്രത്തോളം സ്ട്രോങ് ആണോ ഡിസ്ട്രാക്ഷൻസ് അത്രത്തോളം വീക്ക് ആയിരിക്കും. ഓരോ പ്രാവശ്യം ടെംപ്റ്റേഷൻ ഉണ്ടാവുന്ന സമയത്തും ഈ ഒരു കാര്യം കൂടി ചിന്തിക്കുക. ഇത് എന്റെ ലക്ഷ്യവുമായി എന്നെ അടുപ്പിക്കുകയാണോ ചെയ്യുന്നത്, അതോ എന്നെ ദൂരെയാക്കുകയാണോ ചെയ്യുന്നത്? കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഒരു കാര്യം കൂടി ഓർക്കുക, ലെസ്റ്റ് കില്ല് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് പക്കയായിട്ട് പറ്റുന്ന ഒരു കാര്യമായിരിക്കില്ല. പക്ഷെ അത് പ്രോഗ്രസ് ആണ്. ഓരോ പ്രാവശ്യവും നിങ്ങൾ അതിന്മേൽ ഒരു കൺട്രോൾ കൊണ്ടുവരുന്ന സമയത്ത് നിങ്ങൾ പ്രോഗ്രസ് ആയി കൊണ്ടിരിക്കുന്നുണ്ട്.
ടഫ് ആയിട്ടുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വരുന്നുണ്ടാവും, എന്നാലും ട്രസ്റ്റ് ദ പ്രോസസ്. സോ ആർ യു റെഡി ടു കൺട്രോൾ യുവർ ഫ്യൂച്ചർ? അതോ കൺട്രോൾഡ് ആയിട്ട് പോവാനാണോ നിങ്ങളുടെ തീരുമാനം? എന്താണെന്നുള്ളത് കമന്റിൽ അറിയിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനായിട്ട് ഒരു പേഴ്സണൽ മെന്റർ സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ സുപ്പീരിയർ മെൻ ബിൽഡിങ്ങിൽ നമ്മൾ ഒരു 100 ദിവസത്തെ മെന്റർ സപ്പോർട്ട് നൽകുന്നുണ്ട്. പ്രാക്ടിക്കലി ഒരുപാട് ആളുകളുടെ ലൈഫിൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങളുടെ പേഴ്സണൽ മെന്റർ ആയിട്ട് നമ്മൾ അലൊക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. പേഴ്സണലി അവരുടെ ലൈഫിലും ഒരുപാട് ആളുകളുടെ ലൈഫിലും ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നിട്ടുള്ള വ്യക്തികളെ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് പേഴ്സണൽ മെന്റേഴ്സ് ആയിട്ട് അസൈൻ ചെയ്യുന്നുണ്ടാവുക. സോ പങ്കെടുക്കാനും നിങ്ങളുടെ ലൈഫിൽ ഒരു മെന്ററുടെ സപ്പോർട്ടോടുകൂടി ഈ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഡെഫിനറ്റ് ആയിട്ട് നമ്മുടെ ടീമിൽ നിന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അക്ഷയ്. സ്റ്റേ ഗ്രൗണ്ടഡ്. ബൈ ഓൾ.